നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പുലർച്ചെ 4 മണിക്ക് വന്ന് പണിത് 6 മണിക്ക് ഫ്ലൈറ്റ് കയറുന്ന നല്ല എക്സിക്യൂട്ടീവ് മുട്ടാളന്മാർ. ഒന്ന് ഫോൺ കറക്കി വിളിക്കേണ്ട താമസമേ ഉള്ളൂ. എന്താ ചിറ്റപ്പ, എന്താ വേണ്ടത്? സത്യമോട് എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെയാ എന്റെ ചുറ്റും നടക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങോട്ടേക്കാ ഈ ജീവിതം പോകുന്നെന്നും എനിക്കറിയില്ല. ഏതായാലും ഇത്രയും ക്ഷീണിച്ച് വന്നതല്ലേ, വിഷ്ണുട്ടേരിക്ക് ഞാൻ ചായ എടുക്കാം. ബാഗ് പിന്നെ ഒരപേക്ഷ കൂടിയുണ്ട്. ദയവേത് ഇനിയും ഇങ്ങനെ വേഷം കെട്ടിച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തരുത്. അച്ഛൻ വിളിച്ചിരുന്നു. ഞാൻ എന്റെ അച്ഛനോട് സംസാരിക്കുന്നതല്ലേ. എന്നോട് തന്നോട് കാണിക്കാൻ പറ്റാത്തതൊക്കെ അവര് അച്ഛനോട് തീർക്കും. നമുക്ക് വേണ്ടി അച്ഛനോട് ബലിയാടാവെന്ന് ഓർക്കുമ്പോ വല്ലാത്തൊരു നീ വന്നിട്ട് അധികം നേരമായോ? കുറച്ചു നേരമായി. പിന്നെ ഞാൻ കാത്തു നിന്നു. പഴയ വീര്യവും വീരശൂര പരാക്രമവും ഒക്കെ കുറച്ചു ദിവസം അകത്ത് കിടന്നപ്പോ കെട്ടടങ്ങി കാണുന്ന മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുള്ളതുകൊണ്ട് ചിറ്റപ്പനെ കണ്ടിട്ട് എന്നെ പോവാന്ന് കരുതി ഞാനങ്ങ് വെയിറ്റ് ചെയ്ത് നിന്നതാ. ചിറ്റപ്പനെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. ശരിക്കും അതോ നീ എന്നെ നാക്കിയതാണോ? അല്ല, ചിറ്റപ്പന്റെ ആ പഴയ പ്രതാപത്തിന് ഒരു മങ്ങൽ ഏറ്റോന്നൊരു സംശയം ഇല്ലാതില്ല. എങ്കിലും ചോദിക്ക, എന്താ ഇനിയുള്ള പ്ലാൻ? തൊപ്പി തലേ കയറണമെങ്കിൽ ഇനിയും കുറച്ച് ഓടണം. സഹായിക്കാന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനും അകത്തായപ്പോ തിരിഞ്ഞു പോലും നോക്കില്ല. എല്ലാത്തിനും എന്റെ കിട്ടും. ചിറ്റപ്പൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അധികാരം ഉണ്ടെങ്കിലേ നമ്മളെ ആരും ഗൗനിക്കൂ. അല്ലെങ്കിൽ ഈ പട്ടിക്ക് സമമാ. അതിപ്പോ പോലീസുകാരനാണെങ്കി പറയേ വേണ്ട. ചെയ്തിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കൊക്കെ തൊപ്പി പോയ കണക്ക് പറയേണ്ടി വരും. അതിപ്പോ ഈ ഷൂ പോളിഷ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും തൊപ്പിയില്ലെന്നറിഞ്ഞ ഒളിച്ചു നിന്നൊരു കല്ലെങ്കിലും എടുത്തെറിയും. കാരണം എന്തെങ്കിലും ഒരു ദ്രോഹം നമ്മൾ അവനോട് കാണിച്ചിട്ടുണ്ടാവും. നീ ഇപ്പൊ എന്നെ കാണണമെന്ന് പറഞ്ഞതേ ഈ തൊപ്പി പോയ പോലീസുകാരുടെ ജീവചരിത്രം പറഞ്ഞ് കേൾപ്പിക്കാനാണോ? ഇതേ ചന്ദ്രബോസാ. തൊപ്പി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുട്ടാൻ വന്നാൽ മുട്ടാൻ വരുന്നവന്റെ മുട്ടിടിച്ച് കറക്കാനുള്ള ആരോഗ്യം ഇപ്പോഴും എനിക്കുണ്ടടി. എടി, കൊല്ലാനാണെങ്കിലും ചാവാനാണെങ്കിലും ഒരു ജന്മേ ഉള്ളെന്ന് മനസ്സിലാക്കി ആണുങ്ങളെ പോലെ നിൽക്കും. അടിക്കടി ഇടിക്കിടി. എന്റെ ചിറ്റപ്പൻ ജയിലിൽ കിടന്ന് മനസ്സ് തളർന്ന് മാനസാന്തരം വന്ന് ഇടയന്റെ കുഞ്ഞാടായി മാറിയോന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ചൊറിഞ്ഞതാ. നിന്റെ ചൊറിച്ചല്. പക്ഷെ ശൗര്യം അത് പഴയതിലും കൂടിയിട്ടേ ഉള്ളൂ. ഇനി പറ, ജയിലിൽ കയറ്റിയവർക്ക് എങ്ങനെയാ ചിറ്റപ്പ മറുപടി കൊടുക്കാൻ പോകുന്നത്?
ഒരടിയെങ്കിലും ആ വിഷ്ണുവിന് കൊടുക്കണ്ടേ? ചിറ്റപ്പൻ ഇറങ്ങിയതിന്റെ പേരിലുള്ള ഒരു സന്തോഷത്തല്ല്. അവൻ അങ്ങനെ ഒരെണ്ണത്തിന്റെ കുറവുണ്ട്. ലോക്കപ്പിൽ കിട്ടിയപ്പോ പലവട്ടം ഞാനൊന്ന് ഊങ്ങിയതാ. പക്ഷേ IAS കാരിയുടെ ഒരു പ്രൊട്ടക്ഷൻ അവന്റെ മേളിലുണ്ടായോണ്ട് കൈത്തരിപ്പൊന്ന് മാറ്റാൻ പറ്റിയില്ല. ഇനിയിപ്പോ തൊപ്പി കയറുന്നത് വരെ ആ പേടി വേണ്ടല്ലോ. കിട്ടും, എവിടെങ്കിലും വെച്ച് എന്റെ കൈക്കണങ്ങി കിട്ടും. നേരിട്ട് വേണ്ട ചിറ്റപ്പ, അത് ചിലപ്പോ സർവീസിലേക്ക് തിരിച്ചു കയറാനുള്ള തടസ്സമായിട്ട് മാറും. ഒരു നൈസ് പണി ചെയ്യാൻ പറ്റുന്ന പിള്ളേരുണ്ട്. പുലർച്ചെ 4 മണിക്ക് വന്ന് പണിത് 6 മണിക്ക് ഫ്ലൈറ്റ് കയറുന്ന നല്ല എക്സിക്യൂട്ടീവ് മുട്ടാളന്മാർ. ഒന്ന് ഫോൺ കറക്കി വിളിക്കേണ്ട താമസമേ ഉള്ളൂ. എന്താ ചിറ്റപ്പ, എന്താ വേണ്ടത്? പറഞ്ഞു കൊടുക്കണം ബോസണ്ണ, സമ്മതമാണെന്ന്. ഇതാരപ്പത്? സുസു? പിന്നെ പുറത്തുനിന്ന് ആളെ വിളിക്കുന്നവരുടെ പേരെന്താന്ന് പറഞ്ഞേ? എന്തോ ഒരു പേര് പറഞ്ഞല്ലോ. എക്സിക്യൂട്ടീവ് മുട്ടാളന്മാര്. അത്രയും മുട്ടാളന്മാരൊന്നും എന്റെ കൂട്ടത്തിലില്ല. പക്ഷെ അടിക്കാൻ വന്ന ഒരു രക്ഷയില്ലാത്ത അടി ഞാൻ അടിക്കും. അതെന്റെ ബോസണെന്നറിയാം, പക്ഷെ ഇവൾക്കറിയില്ല. നീ എന്റെ കുടുംബം മുച്ചൂട് മുടിക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അടി നിന്റെ പിന്നാലെ ഞാൻ ഇവിടെ എത്തിയത്. കാത്തു നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ കാത്തു നിൽക്കുന്ന മുതലാണ് ഈ വരുന്നതെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതിനാദ്യമേ നിനക്കൊരു നന്ദി പറയാം. ഈ മുതലിനെ എന്റെ മുന്നിൽ കൊണ്ടിങ്ങനെ നിർത്തിയേന്. നിന്ന് നടക്കാറാ. 14 ദിവസമാണ് ചന്ദ്രബോസ് ജയിലിൽ കിടന്നത്. അതിന്റെ ക്ഷീണം തീർക്കാനേ 28 ദിവസം എണ്ണത്തോടി കിടന്ന് 2 മുട്ടനാടിന്റെ സൂപ്പ് വെച്ച് കുടിച്ച് പൂർവാധിക ശക്തിയോടാണ് ഈ ചന്ദ്രബോസ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടേ കൂടുതൽ നാവാട്ടൊന്നും വേണ്ടെന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.